ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓഹരി വിപണി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഈ ഓഹരി വിപണി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതുതായിട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളൊക്കെ ഒരു സംശയം ഉണ്ടാവും. എങ്ങനെ അവർക്കൊന്നും മനസ്സിലാവുന്ന കാര്യമാണിത്. കാരണം ഇത് ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെയാണ് പലരുടെയും ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആർക്കും പഠിക്കുകയും ചെയ്യാം, ആർക്കും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാം. പക്ഷേ അതിന് നമ്മളെന്താണ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കുക, എങ്ങനെ ചെയ്യുക, അതിൻ്റെ കുറച്ച് ഐഡിയകൾ കാര്യങ്ങൾ പഠിച്ചു വെച്ചതിന് ശേഷം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുക. അല്ലാതെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ക്യാഷ് വെറുതെ പോകും. അപ്പോൾ ആദ്യം നമ്മൾ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എങ്ങനെ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു സെറ്റ് ഓഫ് കുറച്ച് ക്ലാസ്സുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കുറച്ച് കാലമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് വലിയ പ്രോഫിറ്റിലൊന്നും എത്താൻ പറ്റാത്ത ആളുകൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമ്മൾ മെയിനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം ബാങ്ക് റേറ്റ്സ് ഓൾമോസ്റ്റ് ബാങ്കിൽ FD ഇട്ടാൽ കിട്ടുന്നത് 6% ഇൻട്രസ്റ്റാണ്. നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ്സും 6% ഓൾമോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതായത് ഒരു വർഷം 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് 1,06,000 അടുത്ത വർഷം കിട്ടുക. എന്നാൽ 1 ലക്ഷം രൂപയുടെ സാധനം അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 1,06,000 രൂപ ആവുന്നുണ്ട്. കാരണം എന്താ, ഇന്ത്യയുടെ പണപ്പെരുപ്പം കൂടി വരികയാണ്. അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ ബാങ്കിൽ FD ഇടുന്നത് വലിയൊരു ഐഡിയ അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ ഒരു സമയത്താണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇതിനേക്കാൾ ഒരുപാട് ആയിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും ഒരു വർഷത്തിൽ. പക്ഷേ അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത്. പഠിക്കാതെ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ കിട്ടുന്നതും കിട്ടില്ല, കയ്യിലുള്ളത് പോകുകയും ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ പ്രോപ്പറായി പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇൻകംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് മേഖലയിൽ. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോയിൽ മൊത്തമായിട്ട് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ 5000-ൽ പരം കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. ഇതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലർക്കും ഭയമാണ്. ഇതുപോലത്തെ പല തട്ടിപ്പുകളും നമുക്ക് നാട്ടിലിപ്പം ഉണ്ട്, അവൈലബിൾ ആണ്. പലരുടെയും ധാരണ ഇത് സ്റ്റോക്ക് മാർക്കറ്റാണ്, വല്ല ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് പല തട്ടിപ്പുകളും നിങ്ങൾക്ക് കേൾക്കാമല്ലേ. അതൊക്കെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റാണ് എന്നുള്ള ധാരണയിലാണ് പലർക്കും പേടി വരുന്നത്. എന്നാൽ ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അതോറിറ്റിയിലുള്ള സംഭവമാണ്. പ്രോപ്പറായ ചാനലിലൂടെ വർക്ക് നടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പേടിക്കാതെ തന്നെ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റോ ട്രേഡിംഗ് എല്ലാം ചെയ്യാം. അപ്പോൾ അത്തരത്തിലാണ് അതെങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കാം, ആർക്കും പഠിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ വീഡിയോകൾ, നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത്. അതിന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് ഓപ്പൺ ചെയ്യാം. അതായത് അതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, ഒരു ആധാർ കാർഡ് വേണം, മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു പാൻ കാർഡും വേണം, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് 10 മിനിറ്റ് കൊണ്ട് തുടങ്ങാം. ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും തുടങ്ങാം. വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് അറിയാത്ത ആളുകൾക്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ഞാൻ ഇതിനു മുമ്പ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കാണാം. ആ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അതുവഴി നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിലുള്ള ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട് ഇൻ upstox എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞവർക്ക് ഈ ഒരു കോഴ്സ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ താല്പര്യം ഇനി അങ്ങനത്തെ എങ്ങനെ ചെയ്യാമെന്ന് സംശയമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിൻ്റെ പൂർണ്ണ വിവരം നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ എങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം.